നമസ്കാരം. ഇന്ന് എല്ലാവർക്കും നല്ലൊരു വിഷു ആയിരുന്നു എന്ന് കരുതട്ടെ. ഏപ്രിൽ 15 ബുധനാഴ്ച പാകിസ്ഥാന്റെ ആർമി ചീഫ് ഇറാനിൽ എത്തിയിട്ടുണ്ട്. ഇറാന്റെ പാർലമെന്ററി സ്പീക്കർ UAE വൈസ് പ്രസിഡന്റിനെ ഇന്ന് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷം സമാധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ദ്രുതഗതിയിലാണ് നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളും ചരടുവലികളും നടക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ന് പ്രധാന വാർത്തകൾ എന്ന് നോക്കാം. പാകിസ്ഥാന്റെ ആർമി ചീഫ് ഫീൽഡ് മാർഷൽ ആസിം മുനീർ നയിക്കുന്ന ഒരു ഹൈ ലെവൽ ഡെലിഗേഷൻ ഇപ്പോൾ ഇറാനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം അമേരിക്കയും ഇറാനും ഇനി നടക്കാൻ പോകുന്ന ഒരു രണ്ടാം വട്ട ചർച്ചയ്ക്ക് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇറാനിൽ എത്തിയിട്ടുള്ളത്. ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യുന്നത് വാഷിംഗ്ടണിൽ നിന്ന് ഒരു പ്രത്യേക മെസ്സേജ് കൂടി ഈ ടീം ഡെലിഗേഷൻ ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വളരെ ആക്റ്റീവായിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകൾ പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിത്. അതുപോലെ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഇന്നലെ രാത്രി പറഞ്ഞത് രണ്ടാം വട്ട ചർച്ച ഇസ്ലാമാബാദിൽ തന്നെ നടക്കും. പ്രസിഡന്റ് JD വാൻസ് തന്നെയായിരിക്കും ഇത്തവണയും അമേരിക്കൻ ഡെലിഗേഷൻ നയിക്കുക എന്നുള്ളതാണ്. അതുപോലെ കാലാവധി, ഈ സീസ് ഫയറിൻ്റെ കാലാവധി തീരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഈ സീസ് ഫയറിൻ്റെ കാലാവധി നീട്ടേണ്ട ആവശ്യം ഉണ്ടാവില്ല, അതിനു മുമ്പ് യുദ്ധം തീരാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാൻ ഈ വളരെ ആക്റ്റീവായിട്ടുള്ള ഗ്രൗണ്ട് വർക്കുകൾ, നയതന്ത്രപരമായുള്ള ചർച്ചകളും ചരടുവലികളും നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് 3 രാജ്യങ്ങളിലേക്കുള്ള ഒരു ഡിപ്ലോമാറ്റിക് വിസിറ്റ് ഓൾറെഡി ഇന്ന് ബുധനാഴ്ച തുടങ്ങിയിട്ടുണ്ട്. സൗദി അറേബ്യ, ഖത്തർ, ടർക്കി എന്നീ 3 രാജ്യങ്ങളിലേക്കാണ് അദ്ദേഹം പോകുന്നത്. സൗദി അറേബ്യയിൽ ഓൾറെഡി അദ്ദേഹം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഫോറിൻ മിനിസ്റ്റർ ഇഷക് ദാറും ഉണ്ട്. ഈ ആദ്യവട്ട ചർച്ചകളിൽ മധ്യസ്ഥത വഹിച്ച പ്രധാന ഓഫീഷ്യൽസിൽ ഒരാളാണ് ഇഷക് ദാർ. അപ്പോൾ അദ്ദേഹം കൂടിയാണ് ഈ വിസിറ്റുകൾ നടക്കുന്നത്. ഇത് സൗദി അറേബ്യയിൽ, എന്തുകൊണ്ടാണ് സൗദി അറേബ്യയിൽ ഈ ഒരു വിസിറ്റ് തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതിന്, സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ വളരെ അടുത്ത, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബന്ധം ഉള്ള 2 രാജ്യങ്ങളാണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പ്രത്യേക ഒരു ഡിഫൻസ് പാക്റ്റ് എഗ്രി ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം. ഇപ്പോൾ ഒരു നേറ്റോ രാജ്യങ്ങളുള്ളതുപോലെ തന്നെ ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് മറ്റു രാജ്യത്തെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ഡിഫൻസ് പാക്റ്റാണ്. കഴിഞ്ഞ ആഴ്ച പാകിസ്ഥാൻ ചില യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യയിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് എന്ന് സൗദി അറേബ്യയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല സൗദി അറേബ്യ പാകിസ്ഥാനെ സഹായിക്കാൻ $3 ബില്യൺ നൽകുകയാണ് എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. മാത്രമല്ല നിലവിലുള്ള $5 മില്യൺ ഡെപ്പോസിറ്റ് കാലപരിമിതി കൂടാതെ നീട്ടിക്കൊടുക്കുന്നു എന്ന വാർത്തയും വന്നിട്ടുണ്ട്. അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ഡിപ്ലോമാറ്റിക് ഔട്ട്റീച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല ഈ ഗൾഫ് രാജ്യങ്ങൾ ഈ ഒരു ചർച്ചയ്ക്ക് ആദ്യ വട്ടത്തിലുള്ള ചർച്ചയാണെങ്കിലും രണ്ടാം ഘട്ട ചർച്ചയിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങൾ ഈ പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഗൾഫ് രാജ്യങ്ങൾക്ക് അവരുടേതായ പ്രത്യേക നിബന്ധനകളുണ്ട്. അപ്പോൾ അത് ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ ഈ 2 കൂട്ടർക്കും എഗ്രി ചെയ്യാവുന്ന ഒരു പ്രമേയത്തിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം ഈ രണ്ടാം ഘട്ട ചർച്ച ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് പാകിസ്ഥാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് യുദ്ധം അവസാനിക്കാറായി, അതുകൊണ്ട് സീസ് ഫയർ നീട്ടേണ്ട ആവശ്യമില്ല, അതുപോലെ തന്നെ ഒരു ഡീലിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം വേറെ പല സ്റ്റേറ്റ്മെൻറ്റുകളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അതുപോലെ തന്നെ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ വഴി ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോഴും മെസ്സേജുകൾ കൈമാറുന്നുണ്ട് എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു പോയിന്റ്, ഒരു 10 പോയിന്റ് പ്രപ്പോസൽ ഇറാൻ മുന്നോട്ട് വെച്ചതായിട്ടുള്ളത് നാം മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ മിക്ക പോയിന്റുകളും അമേരിക്കയ്ക്കോ അതുപോലെ ഗൾഫ് രാജ്യങ്ങൾക്കോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നാം പറഞ്ഞിരുന്നു. പക്ഷേ ഇതേ 10 പോയിന്റ് പ്രപ്പോസലിൽ മാറ്റമൊന്നുമില്ല, അതിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് ബഗായി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിലും അതേ സ്റ്റാൻഡ് തന്നെയാണ് ഇറാൻ ഉള്ളത് എന്ന്. ഈ യുറേനിയം എൻറിച്ച്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഒരു US നിന്നുള്ള ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് യുറേനിയം എൻറിച്ച്മെൻറ്റ് സസ്പെൻഡ് ചെയ്യാനായി താൽക്കാലികമായി നിർത്തിവെക്കാൻ 2 രാജ്യങ്ങളും ഏതാണ്ടൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സമയപരിധിയിലാണ് അഭിപ്രായം
അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇറാൻ പറയുന്നത് ഞങ്ങൾ 5 വർഷം നിർത്തിവെക്കാമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നത് 20 വർഷത്തേക്ക് നിർത്തിവെക്കണമെന്നും ഉള്ളതാണ്. പക്ഷേ ബഗായിയുടെ സ്റ്റേറ്റ്മെൻറ്റിൽ അതൊന്നുമില്ല. യുറേനിയം എൻറിച്ച്മെൻറ്റ് ഇറാനിൻ്റെ അവകാശമാണെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് ഈ വാർത്തകൾ ഫോളോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്കായാലും ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പല സോഴ്സസിൽ നിന്നും പല തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് എപ്പോഴും പുറത്തു വരിക. ഇത് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ചിലപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും മേ ബി ദർ ഇസ് എ ന്യൂ ഡെവലപ്മെൻറ്റ്, യു നെവർ നോ. അതുപോലെ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ചോദ്യം ഈ സീസ് ഫയറിന് ഇനിയും നീട്ടിക്കൊടുക്കുമോ അല്ലെങ്കിൽ നീളുമോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇനി ഒരാഴ്ച കൂടിയാണ് സീസ് ഫയർ തീരാൻ ബാക്കിയുള്ളത്. പക്ഷേ ഈ സീസ് ഫയർ എക്സ്റ്റൻഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഔദ്യോഗികമായി ഉണ്ടായിട്ടില്ല എന്ന് ഇറാനും അമേരിക്കയും ഒരുപോലെ പറയുന്നു. ട്രംപ് മാത്രമാണ് പറഞ്ഞത് സീസ് ഫയർ നീട്ടേണ്ട ആവശ്യം വരില്ല, അതിനു മുമ്പ് യുദ്ധം തീരുമെന്ന്. പക്ഷേ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഈ എക്സ്റ്റൻഷൻ ഈസ് ഓൺ ദ ടേബിൾ. കാരണം ഈ രണ്ട് കൂട്ടരും അംഗീകരിക്കാവുന്ന ഒരു പ്രമേയത്തിലേക്ക് ചേരാൻ വേണ്ടിയിട്ടുള്ള ഈ നയതന്ത്രപരമായ ശ്രമങ്ങൾ നടക്കുന്ന സമയത്ത് അതിനുവേണ്ടി കുറച്ചുകൂടി സമയം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഈ സീസ് ഫയർ എക്സ്റ്റൻഷൻ നടക്കുമോ എന്നുള്ളൊരു കൺസിഡറേഷൻ ഇറ്റ് ഇസ് സ്റ്റിൽ ഓൺ ദ ടേബിൾ. പക്ഷേ മറ്റൊന്ന്, അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ ആഴ്ചയിൽ തന്നെ 2ാം വട്ട ചർച്ച നടക്കുമോ എന്നുള്ളത് സംശയമാണ്. കാരണം പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമെല്ലാം ഇങ്ങനെ ഒരു വിദേശ പര്യടനത്തിലായിരിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 4 ദിവസത്തേക്കെങ്കിലും ഈ ചർച്ചകൾ നടക്കില്ല എന്ന് നമുക്ക് സേഫായിട്ട് ഊഹിക്കാവുന്നതാണ്. മറ്റൊരു ചോദ്യം ഹോർമുസ് കടലിടുക്കിനെ കുറിച്ചാണ്. US സെൻട്രൽ കമാൻഡ് പറയുന്നത് ഏതാണ്ട് കഴിഞ്ഞ 36 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായും ഇറാൻ്റെ ഈ സമുദ്ര വ്യാപാരം അവർ നിർത്തിയിട്ടുണ്ട് ഉപരോധം വഴി എന്നാണ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത്. 90% വരെ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ ഇങ്ങനെയുള്ള ഒരു സീ ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് വലിയൊരു പ്രഹരമാണ് അമേരിക്ക ഇറാൻ്റെ മേലെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ് സെൻകോം അവകാശപ്പെടുന്നത്. ഈ ഉപരോധം നടപ്പിലാക്കാൻ വേണ്ടി 10,000-ഓളം സൈനികരും 100-ൽ പരം എയർക്രാഫ്റ്റുകളും 1 ഡസനോളം വാർഷിപ്പുകളും വിന്യസിച്ചിട്ടാണ് എന്നാണ് സെൻകോം പറയുന്നത്. പക്ഷേ നാം മാരിടൈം ഡേറ്റ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് തന്നെ 12ഓളം കമേഴ്ഷ്യൽ ഷിപ്പുകൾ കടന്നുപോയിട്ടുണ്ട് എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. അതിൽ പലതും ഇറാൻ്റെ പോർട്ടുകളുമായി ബന്ധപ്പെട്ടതും പല കപ്പലുകളും അല്ലാത്തവയുമാണ്. പക്ഷേ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഡേറ്റയിൽ വളരെ ക്ലിയർ ആണ്. പക്ഷേ അതേസമയം തന്നെ ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടന്ന് ഗൾഫ് ഓഫ് ഒമാൻ വഴി കടന്ന് എത്തിയ കപ്പലുകളിൽ പോലും 6 കപ്പലിനെ തിരിച്ചു വിട്ടിട്ടുണ്ട്, റിട്ടേൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നും സെൻകോം അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലൊരു വ്യക്തതയില്ലാത്ത ഒരു പ്രശ്നം തീർച്ചയായും ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇന്ന് ഇറാൻ്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് റെഡ് സീ വരെ അവരുടെ ഇപ്പോഴത്തെ ഉപരോധം വ്യാപിപ്പിക്കും എന്നുള്ളൊരു ത്രെറ്റാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധം നീണ്ടുപോവുകയാണെങ്കിൽ റെഡ് സീ, പേർഷ്യൻ ഗൾഫ്, സീ ഓഫ് ഒമാൻ ഇതിൽ എവിടെയെങ്കിലും മുഴുവൻ തന്നെയുള്ള ഷിപ്പിംഗ് ഞങ്ങൾ തടസ്സപ്പെടുത്തും എന്നാണ് ഇറാൻ പറയുന്നത്. നമുക്കറിയാം റെഡ് സീയിൽ ഹൂത്തികൾ വഴി ബാബൽ മണ്ഡബ് തടയാനോ അല്ലെങ്കിൽ അതിലൂടെ വരുന്ന ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യാനോ ഇറാന് സാധിക്കും, ഹൂത്തികൾ വഴി സാധിക്കും. അതുപോലെ ഇത് സീസ് ഫയർ ലംഘനമാണ് എന്ന് ഓൾറെഡി ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കടലിൽ ഈ ഇൻ്റർനാഷണൽ വാട്ടർ വേസിൽ ഇതൊരു എസ്കലേഷൻ അല്ലെങ്കിൽ ഒരു യുദ്ധമായി മാറാനുള്ള സാധ്യതകളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം, ചൈനയും ഇറാനുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്, ഇറാനിന് യുദ്ധം ഈ ആംസ് ആൻഡ് വെപ്പൺസ് ഒന്നും കൊടുക്കുകയില്ല എന്ന് ചൈന തന്നോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അദ്ദേഹം പറയുന്നത് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അമേരിക്ക പൂർണ്ണമായും തുറന്നതിനാൽ എന്ന് ട്രംപ് അവകാശപ്പെടുന്നതാണ്. ചൈന ഈസ് വെരി ഹാപ്പി. അത് മാത്രമല്ല ചൈന ഹാസ് എഗ്രീഡ് നോട്ട് ടു സെൻഡ് വെപ്പൺസ്, ഈ വെപ്പൺസ് ഇറാനിലേക്ക് അയക്കാതിരിക്കാൻ ചൈന സമ്മതിച്ചിട്ടുണ്ട് എന്ന് ട്രംപ് പറയുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ട്രംപിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് ശേഷം ഒരു തിരിച്ചുള്ളൊരു റെസ്പോൺസ് ചൈനയിൽ നിന്നും വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം. ഒരു ചൈനീസ് ഒഫീഷ്യൽ ഏജൻസികളിൽ നിന്നോ ചൈനീസ് ഒഫീഷ്യൽസോ ഇതിന് പ്രതികരിച്ചിട്ടില്ല. സോ വി ഡോണ്ട് നോ വാട്ട് ട്രംപ് ഇസ് സേയിങ്. പക്ഷേ CNN-ൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ചൈന ഇറാനിലേക്ക് എയർ ഡിഫൻസ് സിസ്റ്റംസ് അയക്കാൻ ഒരുങ്ങുന്നു, അല്ലെങ്കിൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് അയച്ചു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് US ഇൻ്റലിജൻസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരം റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ്
ട്രംപ് ഇങ്ങനെ ഒരു മെസ്സേജ് പറയുന്നത്. മാത്രമല്ല ഫൈനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ യുദ്ധത്തിൽ ഇറാനിന് ചൈനീസ് സ്പൈ സാറ്റലൈറ്റുകൾ ചൈന കൊടുത്തിട്ടുണ്ടെന്നും ആ സാറ്റലൈറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് മിഡിൽ ഈസ്റ്റിലുള്ള US-ൻ്റെ സൈനിക താവളങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാൻ ഇറാന് സാധിച്ചത് എന്നുമുള്ള റിപ്പോർട്ടുകളുമുണ്ട്. പിന്നെ മറ്റ് പ്രധാന സംഭവങ്ങൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖലിബാഫുമായി ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഈ ഒരു മാസത്തിൽ കൂടുതലുള്ള യുദ്ധത്തിന് ശേഷം ആദ്യമായാണ് ഈ രണ്ട് രാജ്യങ്ങളും ഈ ഉന്നത തലത്തിൽ നേരിട്ട് സംസാരിക്കുന്നത്. ഇറാൻ്റെ മിസൈലും ഡ്രോൺ ആക്രമണങ്ങളൊക്കെ കൂടുതൽ ഏറ്റുവാങ്ങിയ രാജ്യമാണ് UAE അതിനെതിരെ വളരെ ശക്തമായ സ്റ്റാൻഡുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് കൂട്ടരും നേതാക്കളും തമ്മിൽ ഇന്നൊരു ടെലിഫോണിൽ ചർച്ച നടന്നിരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇസ്രായേൽ ലെബനൻ സംഘർഷം ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. 200ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇന്നലെയാണ് ഇസ്രായേലും ലെബനനും തമ്മിലുള്ള ചർച്ചകൾ വാഷിങ്ടണിൽ നടന്നത്. ആദ്യവട്ട ചർച്ചയ്ക്ക് ശേഷം വീണ്ടും ചർച്ചകൾ നടത്താമെന്ന് രണ്ടു കൂട്ടരും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന അതേ സമയത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 200-ലധികം ഹെസ്ബൊള്ള കേന്ദ്രങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. സോ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഈ അവിടെ നടക്കുന്ന ഹെസ്ബൊള്ളയും ഇസ്രായേലും നടക്കുന്ന യുദ്ധത്തിന് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ UK ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്ട്രാമർ പറഞ്ഞിരിക്കുന്നത് ട്രംപിൻ്റെ എത്രയൊക്കെ സമ്മർദ്ദമുണ്ടെങ്കിലും ഈ യുദ്ധത്തിൽ ഞങ്ങൾ ചേരില്ല എന്നുള്ളതാണ്. ദിസ് ഇസ് നോട്ട് അവർ വാർ എന്ന് വ്യക്തമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നു. അപ്പോൾ ഇടപെടില്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എനിക്കൊരു ഫേക്ക് ന്യൂസ് അലേർട്ട് എന്ന് പറയാനുണ്ട്. പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വലിയൊരു പല ആളുകളും ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. സൗദി ഫോറിൻ മിനിസ്റ്റർ പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. അമേരിക്കയുമായിട്ടുള്ള ഈ ഡിഫൻസ് എഗ്രിമെൻറ്റ്സ് അല്ലെങ്കിൽ അവിടെയുള്ള മിലിറ്ററി ബേസുകൾ പിരിച്ചുവിടാനും അവർ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുള്ള പടികൾ മുന്നോട്ട് വയ്ക്കുകയാണ്, തുടങ്ങുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ പറയുന്നത്. അത് പാകിസ്ഥാൻ്റെ ട്രൂപ്പുകൾ സൗദിയിലേക്ക് കൊണ്ടുവരാനാണ് എന്നൊക്കെയാണ് തരത്തിലുള്ള വീഡിയോകളാണ് പ്രചരിക്കുന്നത്. പക്ഷേ ഇത് ഒരു ഫേക്ക് വീഡിയോ ആണ്. ഇത് പഴയൊരു വീഡിയോ എടുത്ത് ഇതിലൊരു AI മാനിപ്പുലേഷൻ നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പക്ഷേ 100,000-കണക്കിന് ആളുകളാണ് അത് ഷെയർ ചെയ്യുന്നത്. പാകിസ്ഥാനുമായിട്ടുള്ള ഈ സൈനിക പാക്റ്റിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ അമേരിക്കയുമായിട്ടുള്ള സൈനിക ബന്ധം വിച്ഛേദിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വീഡിയോ ആണത്. പക്ഷേ ഇറ്റ് ഈസ് എ ഫേക്ക് വീഡിയോ, സോ ഡോണ്ട് ഷെയർ ഇറ്റ്. ഇതൊക്കെയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്തകൾ. താങ്ക് യു സോ മച്ച്. നമുക്കിനി നാളെ മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിംഗ് ടു മൈ Facebook and see you again tomorrow. Bye.